നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ജൂൺ മാസം 18-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്തകൾ അറിയിപ്പുകൾ മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 17ാമത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപ നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ ചൊവ്വാഴ്ച ജൂൺ 18-ാം തീയതി വാരാണസിയിൽ വെച്ച് വൈകുന്നേരം 5 മണിയോടെയാണ് ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നത്. രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന വേളയിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് 10 കോടിയോളം വരുന്ന ആളുകൾക്കാണ് 2000 രൂപ വീതം ലഭ്യമാകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് നാളെ മുതൽ 2000 രൂപ വീതം എത്തിച്ചേരുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT എന്ന സംവിധാനത്തിലൂടെയാണ് ഈ തുക എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ എത്തിച്ചേരുക. അതുമാത്രമല്ല, ഈ പദ്ധതിയിൽ തുക വർധനവുണ്ടാകുമോ അല്ലെങ്കിൽ ഈ 2000 രൂപ വീതമുള്ള 3 ഗഡുക്കൾ അത് ഇരട്ടിയാകുമോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് നാളെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒരു വിശദീകരണം ഉണ്ടായേക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ വീതം കൂടി ചേർത്താണ് 1600 രൂപ എന്ന തുക പെൻഷനായിട്ട് നൽകുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നീ 3 സ്കീമുകളിൽ ഉൾപ്പെടുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് 1600 രൂപ വീതം എത്തിച്ചേരുന്നത്. ഇതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില പഞ്ചായത്തുകളിൽ നിന്നും ആധാറും അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, മേൽവിലാസം തെളിയിക്കുന്ന രേഖ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ചില അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. അതിൽ ചില വാർഡുകളിൽ എല്ലാവരും തന്നെ ഇത് സമർപ്പിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് കൃത്യമായിട്ട് തന്നെ ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മുടക്കം കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് നമുക്ക് എത്തിച്ചേരുന്നതിനാണ് ഈ ക്രമീകരണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് വിതരണം ചെയ്യുന്ന സമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ തുകയെ നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ആധാർ വഴിയാണ് വിതരണം നടക്കുന്നത്. അതുകൊണ്ടാണ് ആധാറിൻ്റെ പകർപ്പ് കൂടി സമർപ്പിക്കുവാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റേഷൻ സാധനങ്ങൾ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന കരാറുകാർക്ക് സപ്ലൈകോ നൽകാനുള്ള തുക കുടിശ്ശികയായതിന് പിന്നാലെ വിതരണവും ഇപ്പോൾ താളം തെറ്റുകയാണ്. റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിക്കുന്ന ജോലി നിർത്തിവെച്ചതോടെ റേഷൻ കടകളിൽ ഇപ്പോൾ സ്റ്റോക്ക് തീർന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 1 മുതൽ സ്റ്റോക്ക് എത്തുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. കരാറുകാർക്ക് കഴിഞ്ഞ 3 മാസമായിട്ട് പണം നൽകുന്നില്ല. റേഷൻ കടകളിലേക്ക് അരിയും ഗോതമ്പും എത്തിക്കാൻ കരാറെടുത്തവരുടെ പണമാണ് കുടിശ്ശികയായിരിക്കുന്നത്. വിവിധ താലൂക്കുകളിൽ റേഷൻ വിതരണ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. പല റേഷൻ കടകളിലും കഴിഞ്ഞ മാസം എത്തിച്ചിരുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ മിച്ചം വന്നവയാണ് ഇതേവരെ വിതരണം ചെയ്തു വന്നത്. FCI ഗോഡൌണിൽ നിന്ന് ഡിപ്പോ ഗോഡൌണിലേക്കും അതുപോലെ ഡിപ്പോ ഗോഡൌണിൽ നിന്ന് റേഷൻ കടകളിലേക്കും സാധനങ്ങൾ എത്തിക്കാനും സപ്ലൈകോ നെല്ല് ശേഖരിച്ച് മില്ലുകളെ ഏൽപ്പിച്ചിരുന്നത് അരിയാക്കിയ ശേഷം അവിടെ നിന്ന് കയറ്റി ഗോഡൌണുകളിൽ എത്തിക്കാനുമാണ് കരാർ നൽകിയിരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ലൈഫ് മിഷനിലൂടെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് നൽകുന്ന ധനസഹായം വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി K. രാധാകൃഷ്ണൻ അറിയിച്ചിരിക്കുകയാണ്. പട്ടികജാതി വിഭാഗത്തിൽ 49,729 അതുപോലെ പട്ടികവർഗ്ഗങ്ങൾക്കായിട്ട് 49,994 വീടുകൾ നിർമ്മിച്ചു. ലൈഫ് മിഷനിൽ 4 ലക്ഷമാണ് നൽകുന്നത്. ദുർഘട മേഖലകളിൽ 6 ലക്ഷമാക്കിയിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാകാത്ത പട്ടികജാതിക്കാർക്ക് 2 ലക്ഷവും പട്ടികവർഗ്ഗക്കാർക്ക് 2.5 ലക്ഷവും നൽകുന്ന സേഫ് പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട്. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച ജൂൺ 17-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 20 രൂപയും പവന് 160 രൂപയുമാണ് കുറഞ്ഞത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6,630 രൂപയിലും പവന് 53,040 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.